ഹായ് ഫ്രണ്ട്സ്, ഇത് എൻ്റെ ബഗ് ബൗണ്ടി സീരീസിലെ രണ്ടാമത്തെ വീഡിയോയാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഓവാസ് ടോപ്പ് 10 വൾനറബിലിറ്റീസിൽ ഒന്നായ ഇഞ്ചക്ഷൻ അറ്റാക്ക്, അതായത് ഇഞ്ചക്ഷൻ അറ്റാക്കിൽ വരുന്ന പ്രോസസ് സ്ക്രിപ്റ്റിംഗ് എന്ന വൾനറബിലിറ്റി എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്ന്. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൽ തന്നെ റിപ്ലൈഡ് ആക്സസ് എന്ന വൾനറബിലിറ്റിയെക്കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് ടൈം പറഞ്ഞിരുന്നത്. ഇനിയും അതേ വൾനറബിലിറ്റി ഉപയോഗിച്ച് ഒരു അറ്റാക്കർക്ക് എങ്ങനെ നിങ്ങളുടെ സെഷൻ ഐ ഡി അല്ലെങ്കിൽ കുക്കീസ് എടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും അതൊന്ന് കാണേണ്ടതായിട്ടുണ്ട്, എങ്കിലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മനു. ഞാനൊരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. നിങ്ങൾക്ക് എൻ്റെ ലിങ്ക് പ്രൊഫൈൽ വെരിഫൈ ചെയ്യാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എക്സസസ്, അതായത് ക്രോസ് സൈഡ് സ്ട്രിപ്പിംഗ് എന്ന വൾനറബിലിറ്റിയിൽ തന്നെ വരുന്ന റിഫ്ലക്റ്റഡ് എക്സസസ്, അത് എങ്ങനെ ഉപയോഗിക്കാം, അത് എങ്ങനെ ഫൈൻഡ് ചെയ്യാം. ഈ ഒരു വൾനറബിലിറ്റി നിങ്ങളുടെ വെബ്സൈറ്റിലുണ്ടെങ്കിൽ അറ്റാക്കർക്ക് നിങ്ങളുടെ എൻഡ് യൂസേഴ്സ്, അതായത് യൂസേഴ്സിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ സെഷൻ ഐ ഡി, കുക്കീസ് ഒക്കെ എടുക്കുവാൻ പറ്റും. അതുപയോഗിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് അവർക്ക് ലോഗിൻ ചെയ്യാനും അൺഓത്തറൈസ് ആക്ടിവിറ്റീസ് ചെയ്യാനും കഴിയും. ഈ വൾനറബിലിറ്റി എങ്ങനെ നമുക്ക് ഫൈൻഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ലാസ്റ്റ് ടൈം ഞാൻ ഈ വൾനറബിലിറ്റി കാണിച്ചു തന്നത് ഒരു ലൈവ് വെബ്സൈറ്റിലാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷനിലാണ്. അതായത് ഒരു വൾനറബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിലാണ് നമ്മൾ ഈ വൾനറബിലിറ്റി കാണുവാൻ പോകുന്നത്. നമ്മൾ ഈ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി എങ്ങനെയാണ് ഈ അറ്റാക്ക് നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് രണ്ട് മെഷീൻസ് കാണാം. ഒന്ന് അറ്റാക്കറിൻ്റെ മെഷീനും ഒന്ന് യൂസറിൻ്റെ മെഷീൻ. ഇവിടെ അറ്റാക്കർ ഒരു മലീഷ്യസ് സ്ക്രിപ്റ്റ് യൂസറിന് അയക്കുന്നു. പ്രീവിയസ് കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പേലോഡ്. അതേപോലെ യൂസർക്ക് അറ്റാക്കർ ഒരു മലീഷ്യസ് പേലോഡ് അയക്കുന്നു. ഇവിടെ അയക്കുന്ന പേലോഡിൽ ചില കാര്യങ്ങൾ അറ്റാക്കർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അറ്റാക്കറുടെ IP അഡ്രസ്. അതേപോലെ തന്നെ ഒരു ബോട്ട് നമ്പർ. മൊത്തം 65,535 പോർട്സ് ഉണ്ട്. ഈ പോർട്സിൽ എല്ലാം ഓരോരോ പ്രോട്ടോകോൾസ് റണ്ണിങ് ആണ്. ഇവിടെ HTTP പ്രോട്ടോകോൾ റൺ ചെയ്യുന്നത് പോർട്ട് നമ്പർ 80ലും HTTPS റൺ ചെയ്തത് പോർട്ട് നമ്പർ 443 എന്ന് പറഞ്ഞ പോർട്ടിലുമാണ്. അതേപോലെ ഇത്രയും പോർട്സ് ഉള്ളതിൽ ഒരു പോർട്ട് അറ്റാക്കർ അറ്റാക്കിന് വേണ്ടി യൂസ് ചെയ്യും. അറ്റാക്കർ ഇപ്പോൾ പറയുകയാണ് പോർട്ട് നമ്പർ 444ലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടത്. ഇവിടെ അറ്റാക്കറുടെ IP അഡ്രസ് അറ്റാക്കർ അയക്കുന്ന പേരോഡിലുണ്ട്. അതുപോലെ തന്നെ ഏത് പോർട്ട് വഴിയാണോ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യേണ്ടത് ആ പോർട്ട് നമ്പറും പേരോഡിൽ ഉൾപ്പെടുത്തും. ഇവിടെ വിക്ടിം ആക്ഷൻ, അതായത് വിക്ടിം ആക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വിക്ടിം ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് ആക്ഷൻ. ഈ ആക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അറ്റാക്കർക്ക് അതിൻ്റെ റെസ്പോൺസ് തിരിച്ചു പോകും. ഇവിടെ അറ്റാക്കർ ശ്രമിക്കുന്നത് വിക്ടിമിൻ്റെ കുക്കീസ് എടുക്കുവാനാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സെഷൻ ഐ ഡി എടുക്കുവാനാണെങ്കിൽ ഈ ഒരു ആക്ഷൻ്റെ റിസൾട്ടായിട്ട് അറ്റാക്കർക്ക് ഈ പറയുന്ന IP അഡ്രസ്സിലോട്ട് ഈ പറയുന്ന പോർട്ട് നമ്പർ വഴി വിക്ടിമിൻ്റെ സെഷൻ ഐ ഡി തിരിച്ചു കിട്ടുന്നതാണ്. അതായത് ഇവിടെ ഉണ്ടായിരിക്കുന്ന ആക്ഷൻ്റെ റിസൾട്ടായിട്ട് അറ്റാക്കർക്ക് നിങ്ങളുടെ കുക്കീസും സെഷൻ ഐ ഡിയൊക്കെ തിരിച്ചു കിട്ടുന്നതാണ്. ഇതാണ് അറ്റാക്കർ ഉദ്ദേശിച്ച പേലോഡിൻ്റെ എക്സിക്യൂഷൻ. ഇവിടെ അറ്റാക്കർ ഉപയോഗിച്ചിരിക്കുന്നത് NC-LVNB എന്നൊരു ലിസണറാണ്. എന്ന് വെച്ചാൽ NC എന്ന് വെച്ചാൽ നെറ്റ്കാറ്റ്. നെറ്റ്കാറ്റ് എന്ന് പറയുന്നൊരു ലിസണർ നിങ്ങളുടെ മെഷീൻ റൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ NC-LVNB ഞാൻ കൊടുത്തിരിക്കുന്ന പോർട്ട് നമ്പർ 1111 ആണ്. ഇവിടെ ഇതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ NC എന്ന് വെച്ചാൽ നെറ്റ്കാറ്റ്. ഇവിടെ നെറ്റ്കാറ്റ് ഉപയോഗിച്ച് അറ്റാക്കർ ചെയ്യുന്നത് ഈ 1111 എന്ന് പറയുന്ന പോർട്ട് നമ്പറിലേക്ക് വരുന്ന കമ്മ്യൂണിക്കേഷൻസിനെ ലിസൺ ചെയ്യുകയാണ്. അതായത് അറ്റാക്കർ അയച്ച പേലോഡിൽ എപ്പോഴൊരു വിക്ടിം ക്ലിക്ക് ചെയ്യുന്നു അപ്പോഴുണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ ലിസൺ ചെയ്യുവാനായിട്ടാണ് NC, അതായത് നെറ്റ്കാറ്റ് എന്ന് പറയുന്ന ലിസണറോട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് ഉപയോഗിച്ചിട്ടുള്ള -LVNP എന്ന് പറയുന്ന സിൻടാക്സ്, അതിനൊരു അർത്ഥമുണ്ട്. ഇവിടെ -L എന്ന് പറയുമ്പോൾ ലിസൺ മോഡ്, അതായത് എപ്പോഴാണ് ഒരു ആക്ഷൻ ഉണ്ടാകുന്നത് അതിനുവേണ്ടി ലിസൺ ചെയ്യുന്ന മോഡാണ് ലിസൺ മോഡ് എന്ന് പറയുന്നത്. ലിസണിങ് മോഡ് ഒരു സ്പെസിഫിക് പോർട്ടുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബൈൻഡ് ചെയ്യും. പിന്നീട് പറയുന്നതാണ് -V. ഇവിടെ V എന്ന് വെച്ചാൽ വെർബ്രോസ് മോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ
നമുക്കൊരു കണക്ഷൻ ഔട്ട്പുട്ടിനെ കുറിച്ചും അല്ലെങ്കിൽ കണക്ഷൻ സ്റ്റാറ്റസിനെ കുറിച്ചുള്ള റിസൾട്ടായി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതിനാണ് -v ഉപയോഗിക്കുന്നത്. അടുത്തതായി പറയുന്നതാണ് n. -n. നമ്മൾ എപ്പോഴെങ്കിലും ഒരു വെബ്സൈറ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ പേര് നമ്മൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഹ്യൂമൻ റീഡബിൾ ആയിട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ ബ്രൗസർ DNS സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. അതായത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ IP അഡ്രസ് അറിയുവാനായിട്ടാണ് DNS സെർവറിലേക്ക് റിക്വസ്റ്റ് അയക്കുന്നത്. അവിടുന്ന് DNS സെർവർ തിരിച്ച് IP അഡ്രസ് നമ്മുടെ ബ്രൗസറിന് തിരിച്ചയക്കുന്നു. ഈ ബ്രൗസർ ഈ ഒരു IP അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ കണ്ടന്റിനെ ലോഡ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമ്മൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് -n. -n എന്ന് വെച്ചാൽ ന്യൂമറിക് ഓൺലി എന്നൊരു ഓപ്ഷനാണ് നെറ്റ്കാറ്റിന് കൊടുത്തിരിക്കുന്നത്. അതിലൂടെ നമ്മൾ DNS ലുക്കപ്പിനെ കുറിച്ചുള്ള ആവശ്യം ഇല്ലാതാക്കുകയാണ്. അടുത്തായി പറയുന്നതാണ് P. ഇവിടെ P എന്ന് വെച്ചാൽ പോർട്ട് നമ്പർ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പോർട്ട് നമ്പർ ഏതാണോ അതിലേക്ക് ലിസൺ ചെയ്യണമെന്നാണ് P കൊണ്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴാണെങ്കിലും ഈ ഒരു ഡിവൈസ്, എൻ്റെ ഈ ഡിവൈസ് ഈ ടെർമിനലിൽ ഈ ഒരു പോർട്ട് നമ്പറിലേക്ക് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ അറ്റാക്കറിൻ്റെ പേലോഡ് ഒരു വിക്ടിം പിക്ക് ചെയ്യുന്നോ അപ്പോൾ ഒരു റിവേഴ്സ് കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ലിസണിലേക്ക് വരും. ഇതൊരു സ്ക്രിപ്റ്റ് ടാഗാണ്. ഈ സ്ക്രിപ്റ്റ് ടാഗിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു IP അഡ്രസ്സിലേക്കാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ IP അഡ്രസ്സാണ്. അതേപോലെ പോർട്ട് നമ്പർ 7111. ഇവിടെ വിക്ടിം എപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് ടാഗ് എക്സിക്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന C എന്ന് പറയുന്ന വേരിയബിളിലോട്ട് വിക്ടിമിൻ്റെ കുക്കീസ് അല്ലെങ്കിൽ സെഷൻ IDs ക്യാപ്ചർ ചെയ്യപ്പെടും. എന്നിട്ട് ഈ പറയുന്ന പോർട്ട് നമ്പർ വഴി ഈ പറയുന്ന IP അഡ്രസ്സിലേക്ക് ഇത് സെൻഡ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ. ഇവിടെ ഞാൻ ഈ ഒരു സ്ക്രിപ്റ്റ് കോപ്പി ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഈ പറയുന്ന ഇൻപുട്ട് ഫീൽഡിലേക്ക് ഇത് എൻ്റർ ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഞാൻ ഈ പേരോട് കാണിച്ചു തരാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന IP അഡ്രസ് എൻ്റെ IP അഡ്രസ്സാണ്. അതേപോലെ പോർട്ട് നമ്പർ എൻ്റെ നെറ്റ്കാറ്റ് ലിസണർ ലിസൺ ചെയ്യുന്ന അതേ പോർട്ട് നമ്പറുമാണ്. ഇവിടെ ഞാൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രത്യേകിച്ച് ഒരു പ്രോംപ്റ്റും വരുന്നില്ല. പക്ഷേ ഇതേ സമയത്ത് എനിക്ക് വിക്ടിം മെഷീനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇവിടെ വിക്ടിം മെഷീനിലെ സെഷൻ ID എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് വിക്ടിം മെഷീൻ IP അഡ്രസ്, സെഷൻ ID തുടങ്ങിയ എല്ലാ റിക്വസ്റ്റും നമുക്ക് ഇവിടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് വൾനറബിലിറ്റി ഉണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യുന്നത്. ഇതുപയോഗിച്ച് അറ്റാക്കർക്ക് ഒരു പക്ഷേ സെഷൻ ഹൈജാക്കിംഗ് വൾനറബിലിറ്റി നിങ്ങളുടെ മെഷീനിലുണ്ടെങ്കിൽ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെയാണ് ഒരു അറ്റാക്കർ നിങ്ങളുടെ സെഷൻ ID സ്റ്റീൽ ചെയ്യുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത് ഒരു പക്ഷേ വിക്ടിമിന് മനസ്സിലായിട്ട് പോലും ഉണ്ടാവുകയില്ല. എങ്കിലും അറ്റാക്കർക്ക് തൻ്റെ അറ്റാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. നിങ്ങൾ ഈ URL ചെക്ക് ചെയ്താൽ മനസ്സിലാകും. ഞാൻ എക്സിക്യൂട്ട് ചെയ്ത സ്ക്രിപ്റ്റ് ടാഗ് ഇവിടെ കൃത്യമായി കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ ഒരു വൾനറബിലിറ്റി ഉണ്ടാകാനുള്ള മെയിൻ കാരണം ഇവിടെ ഈ ഒരു ഇൻപുട്ട് ഫീൽഡിൽ യാതൊരു തരത്തിലുള്ള വേരിഫിക്കേഷൻ നടക്കുന്നില്ല. അതായത് യാതൊരു തരത്തിലുള്ള സാനിറ്റൈസേഷൻ നടക്കുന്നില്ല. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന എന്താണോ അത് എന്താണെന്ന് പോലും ചെക്ക് ചെയ്യാതെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വൾനറബിലിറ്റി ഇവിടെ ഉണ്ടാകാൻ കാരണം. ഈ വൾനറബിലിറ്റി ഒഴിവാക്കുവാനായിട്ട് ഡെവലപ്പർ ഇവിടെ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂസ് സ്ട്രിംഗ് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യണം. ന്യൂമറിക്കോ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടറോ ഒന്നും തന്നെ അലോ ചെയ്യാൻ പാടില്ല.